ഇന്നലെ പഠിപ്പിച്ചതിനകത്തുനിന്ന് എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ക്ലിയർ അല്ലേ? ഓക്കെ. ഓക്കെ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പോളിസാക്രൈഡ്സിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒളിഗോസാക്രൈഡ്സിനെ പറ്റിയൊക്കെ പഠിച്ചില്ലേ? അപ്പം അതേപോലെ തന്നെയാണ് ഇതിനകത്ത് അടുത്തത് പോളിസാക്രൈഡ്സിനെ പറ്റി പഠിക്കാനുള്ളത്. ഈ പോളിസാക്രൈഡ്സ് എന്ന് പറയുന്ന പേര് തന്നെ മനസ്സിലായല്ലോ. പോളി എന്ന് പറയുമ്പോൾ നമുക്ക് ഇഷ്ടത്തിന് ഗ്രൂപ്പ് ഓഫ് സാധനങ്ങൾ, ഗ്രൂപ്പ് ഓഫ് ഇത് കാണും. ഓക്കെ, കാർബോഹൈഡ്രേറ്റ്സ് കാണും. അതിനെയാണ് ലാർജ് നമ്പർ ഓഫ് ആയിരിക്കും. അതുകൊണ്ടാണ് അതിനെ പോളിസാക്രൈഡ്സ് എന്ന് വെച്ചാൽ. പോളിസാക്രൈഡ്സ് ആർ ദ കാർബോഹൈഡ്രേറ്റ്സ് ദാറ്റ് yield 10 or more monosaccharides. നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ഓഫ് എന്താണ് യൂണിറ്റ് ഏതാണ്? മോണോസാക്രൈഡ് ആണ്. മോണോസാക്രൈഡിനാണ് നമുക്ക് പിന്നെ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അതുവരെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പം ഈ പോളിസാക്രൈഡ്സ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ 10 മോണോസാക്രൈഡ്സ് യൂണിറ്റ് ചേർന്നുണ്ടാകുന്നതാണ് ഈ പോളിസാക്രൈഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് ഏറ്റവും വലിയ മോളിക്കുലർ വെയിറ്റ് ഉള്ള ഒരു സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ഒരു കമ്പയർഡ് ടു അത് എന്താണ് ഡൈസാക്രൈഡ്സ് ആർ ഒളിഗോസാക്രൈഡ്സ്, ഈ പോളിസാക്രൈഡ്സിന്റെ വെയിറ്റ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, അത് പറഞ്ഞേക്കാം. ദേ ആർ ജനറലി ഹൈ മോളിക്കുലർ വെയിറ്റ് polymer built by the repeat condensation of the എന്താണ് മോണോസാക്രൈഡ് യൂണിറ്റ്സ്. മോണോസാക്രൈഡ് യൂണിറ്റ്സ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് കുറെ ഇങ്ങനെ ഫോം ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും വെയിറ്റ് കൂടിയ ഒരു സാക്രൈഡ് എന്ന് പറയുന്നത് ഇതാണ്, പോളിസാക്രൈഡ് ആണ്. അതിന്റെ ജനറൽ ഫോർമുല നമ്മൾ നേരത്തെ പഠിച്ചല്ലോ. ജനറൽ ഫോർമുല എല്ലാത്തിന്റെയും CHO എന്നാണ് നമ്മൾ എല്ലാത്തിന്റെയും പറയുന്നത്. ബട്ട് ഇതിനകത്ത് C6H10O5 ആണ് ജനറൽ. എന്നിട്ട് നമ്മൾ N എന്ന് പറയുന്നത് എത്രയായിരിക്കാം? 100 to 3000 വരെ പോവാം. ഇതിനിടയ്ക്ക് ഏത് നമ്പേഴ്സും വരാം. ഓക്കെ, അതുപോലെ തന്നെ ഈ പോളിസാക്രൈഡ്സ് മെയിൻലി എവിടെയാണ് കാണപ്പെടുന്നത്? പ്ലാന്റ്സിലും ആനിമൽസിലും ഒക്കെയാണ് പോളിസാക്രൈഡ്സ് കാണുന്നത്. ഓക്കെ, ഈ പ്ലാന്റ്സിലെ പോളിസാക്രൈഡ്സ് ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. എന്ത്? സ്റ്റാർച്ചും സെല്ലുലോസും ഒക്കെ. സ്റ്റാർച്ച് ആൻഡ് സെല്ലുലോസിലാണ് പോളിസാക്രൈഡ്സ് പ്ലാന്റ്സിനകത്ത് കാണപ്പെടുന്നത്. ആനിമലിനകത്ത് കാണപ്പെടുന്നത് ഗ്ലൈക്കോജനിനകത്താണ് ഈ പോളിസാക്രൈഡ്സ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഓക്കെ, പോളിസാക്രൈഡ്സ് എന്ന് വെച്ചാൽ ഹയർ പോളിമർ ആണ് ഓഫ് മോണോസാക്രൈഡ്സ്. അതിന് 2 ഗ്രൂപ്പായിട്ട് ഇതായിട്ടുണ്ട്. ദോസ് വിച്ച് സെർവ്സ് ദ സ്ട്രക്ചർ ഇൻ ദ പ്ലാന്റ്സ്. പ്ലാന്റ്സിന് സ്ട്രക്ചർ കൊടുക്കത്തില്ലേ? നമ്മുടെ പ്ലാന്റിന് ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ സ്ട്രക്ചർ കൊടുക്കുന്നത് സെല്ലുലോസ് എന്ന് പറയുന്ന സാധനമാണ്. അതേപോലെ തന്നെ ആനിമൽസിനകത്തും ആനിമൽസ് ചിറ്റിൻ എന്ന് പറയുന്ന സാധനം. ഇതെല്ലാം പറയുന്നത് പോളിസാക്രൈഡ്സ് കൊണ്ട് ഫോം ചെയ്തേക്കുന്നതാണ് ഇതെല്ലാം. അതേപോലെ തന്നെ ദോസ് വിച്ച് ആക്ട് ആസ് എ മെറ്റബോളിക് റിവേഴ്സർ ഇൻ പ്ലാന്റ്സ്. മെറ്റബോളിക് റിവേഴ്സർ ആയിട്ട് പ്ലാന്റ്സിനകത്ത് ആക്ട് ചെയ്യുന്നതാണ് സ്റ്റാർച്ചും അതേപോലെ തന്നെ ഗ്ലൈക്കോജനും. ഓക്കെ, അതിനെപ്പറ്റി കുറച്ചുകൂടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഗ്ലൈക്കോജൻ സ്റ്റാർച്ചിനെ പറ്റി നമുക്ക് പഠിക്കാനുണ്ട് ഇതിനകത്ത്. ഓക്കെ, അതേപോലെ ദേ ആർ ടേസ്റ്റ്ലെസ് എന്ന് വെച്ചാൽ അത് വലിയ ടേസ്റ്റ് ഇല്ലാത്തതാണ്. അമോഫെറസ് കോമ്പൗണ്ട് ആണ്. അതേപോലെ തന്നെ വിച്ച് ആർ ഇൻസോലിബിൾ ഇൻ വാട്ടർ അത് സോലിബിൾ അല്ല. അതിന് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? ഈ structurally polysaccharides are composed of 1000 of monosaccharide units joined by a glycosidic linkage. Thousands of എന്താണ് ഈ മോണോസാക്രൈഡ് യൂണിറ്റ് ചേർന്നിട്ടാണ് എന്ത് പോളിസാക്രൈഡ്സ് ഉണ്ടാകുന്നത് നമ്മൾ പറഞ്ഞു. ആ ഓരോ മോണോസാക്രൈഡ്സും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വെച്ചാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ബിക്കോസ് അതിനെല്ലാം കണക്ട് ചെയ്ത് വെച്ചേക്കുവാണ്. On hydrolysing using the mineral acid വെച്ച് നമ്മൾ അതിനെ ഹൈഡ്രോളിസിസ് ചെയ്യുക. ഹൈഡ്രോളിസിസ് എന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക് ചെയ്യുവല്ലേ അതിന്റെ ബോണ്ട്. അപ്പോ ബൈ ദ ആക്ഷൻ നമ്മളിപ്പോ H2 ആഡ് ചെയ്തു. H2 ഏതൊരു ആഡ് ചെയ്തിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യില്ലേ, ബോണ്ട് ബ്രേക്ക് ചെയ്യൂലേ അതിന്റെ. അതല്ലേ ഇവിടെ പറയുന്നത്. ഓൺ ഹൈഡ്രോളിസിസ് യൂസിങ് ദ മിനറൽ ആസിഡ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഓർ ബൈ ദ ആക്ഷൻ ഓഫ് എ സൂട്ടബിൾ എൻസൈം, അല്ലെങ്കിൽ ഒരു എൻസൈം വെച്ച്. ആൻഡ് ദേ ആർ ഹൈഡ്രോളിസിസ് ടു മോണോസാക്രൈഡ്സ്. എന്നിട്ട് അതിന് എന്തായി മാറുന്നു? അത് മോണോസാക്രൈഡ് യൂണിറ്റ് ആയിട്ട് മാറുന്നു.
കാരണം ഇപ്പൊ അത് നിൽക്കുന്നത് ജോയിൻ ചെയ്ത് നിൽക്കുന്ന ഏതാ, അത് ജോയിൻ ആയിട്ട് നിൽക്കുമ്പോൾ ദേ ആർ കൺസിഡർഡ് ആസ് എ പോളിസാക്രൈഡ്. when they will break it will be considered as a monosaccharide. okay Okay. അടുത്തത് അടുത്ത നമ്മൾ പറയുന്നത് സ്റ്റാർച്ച് സെല്ലോസ് എന്ന് പറയുന്നത് പോളിസാക്രൈഡ്സിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. സ്റ്റാർച്ച് ആൻഡ് സെല്ലോസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോളിസാക്രൈഡ്സ്. ബോത്ത് polymers of the ഗ്ലൂക്കോസിന്റെ പോളിമേഴ്സ് ആണ്. ബട്ട് കണക്ടിങ് ലിങ്ക്സ് ബിറ്റ്വീൻ ദ ഗ്ലൂക്കോസ് യൂണിറ്റ് ആർ ഡിഫറെന്റ്. പക്ഷേ ഗ്ലൂക്കോസ് യൂണിറ്റിലെ കണക്ഷൻ മീൻസ് ഗ്ലൂക്കോസിനകത്തുള്ള കണക്ഷൻ ഉണ്ടല്ലോ, ഗ്ലൂക്കോസ് എന്ന് പറയുന്ന സബ്സ്റ്റൻസിനകത്തുള്ള കണക്ഷൻസ് ഉണ്ട്, ആ കണക്ഷൻ കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഈ രണ്ട് പോളിസാക്രൈഡ്സിന്റെ ഒരു ഇതാണ്. both are the polymer of glucose, but the connecting linkage between the glucose unit are different. Okay, the human can digest starch. Starch digest ചെയ്യാൻ പറ്റും. Okay, it will digest, but not cellulose ഒരിക്കലും digest ആകത്തില്ല in human body. The starch a polymer of a alpha glucose ആണ്. സ്റ്റാർച്ച് എന്ന് പറയുന്നത് എന്താണ്? പോളിമർ ഓഫ് എ ആൽഫ ഗ്ലൂക്കോസ് ആണ്. ആൽഫ ഗ്ലൂക്കോസിന്റെ ഒരു പോളിമർ ആണ്. ഈസ് ആൻ ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ആൻ ബാലൻസ് ഡയറ്റ്. നമ്മുടെ ബാലൻസ് ഡയറ്റിലെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് ഈ ഗ്ലൂക്കോസും സ്റ്റാർച്ച് എന്ന് പറയുന്നത്. സ്റ്റാർച്ച് എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത്? എ പോളിമർ ഓഫ് എ ആൽഫ ഗ്ലൂക്കോസ് ആണ്. ആൽഫ ഗ്ലൂക്കോസിന്റെ ഒരു പോളിമർ ആണ് സ്റ്റാർച്ച്. സ്റ്റാർച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് എന്താണ് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ഇനി സെല്ലുലോസ് എന്ന് വെച്ചാൽ ബീറ്റ ഗ്ലൂക്കോസ് പോളിമർ ആണ്. മനസ്സിലായോ? നമ്മൾ ആദ്യം സ്റ്റാർച്ച് പറഞ്ഞപ്പോൾ എന്താണ്, അത് ആൽഫ ഗ്ലൂക്കോസ് ആണ്. പക്ഷെ സെല്ലുലോസ് പറയുമ്പോൾ എന്താണ്, ബീറ്റ ഗ്ലൂക്കോസ് പോളിമർ ആണ്. ഈസ് ആൻ ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട് ഫോർ ദ ഡയറി ഫൈബേഴ്സ്. ഡയറ്ററി ഫൈബേഴ്സ് ആണ് അത്. ഇമ്പോർട്ടന്റ് ഫോർ എന്താണ്, ഡയറ്ററി ആയിട്ടുള്ള ഫൈബേഴ്സിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് സെല്ലുലോസ് എന്ന് വെച്ചാൽ. സെല്ലുലോസ് എന്ന് വെച്ചാൽ കാണപ്പെടുന്ന പ്ലാന്റ്സിലാണ്. ഓക്കെ, ഇനി അതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പഠിക്കുന്നത്. സിലബസിനകത്ത് നിന്റെ പറഞ്ഞേക്കുന്നതിനകത്ത് നമുക്ക് സ്റ്റാർച്ചും സെല്ലുലോസും ഗമ്മിനെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റാർച്ച് ഒക്കേഴ്സ് ഇൻ ദ ഗ്രീൻ പ്ലാന്റ്. നമ്മൾ പറഞ്ഞല്ലോ സ്റ്റാർച്ച് നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സിലാണ് കാണപ്പെടുന്നത്. സ്റ്റാർച്ച് മേക്സ് അപ്പ് എ റിസർവ് ഓഫ് ദ ഫുഡ് സപ്ലൈ ഓഫ് ദ പ്ലാന്റ്സ്. എന്താണ് സ്റ്റാർച്ചിനകത്താണ് ഇതെല്ലാം ഫുഡെല്ലാം ഇതാക്കി വെച്ചിട്ട് പ്ലാന്റ്സിനെല്ലാം സപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സ്റ്റാർച്ച് മേക്ക് അപ്പ് ദ റിസർവ് ഓഫ് ദ ഫുഡ്സ് ആൻഡ് സപ്ലൈസ് ഓഫ് ദ പ്ലാന്റ്. ഇറ്റ് ഈസ് മോർ വാട്ടർ സോലുബിൾ ആണ്. സെല്ലുലോസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വാട്ടറിനകത്ത് വളരെ സോലുബിൾ ആണ്. ഓക്കെ, മോർ ഈസിലി നമുക്ക് ഹൈഡ്രോളിസിസ് ചെയ്യാനും ഹൈഡ്രോളൈസ് ചെയ്യാൻ വേണ്ടി വളരെ ഈസിയാണ്. ആൻഡ് ഹെൻസ് മോർ റെഡിലി ഡൈജസ്റ്റ്. പെട്ടെന്ന് നമ്മൾ അത് കഴിച്ചാൽ പോലും നമ്മുടെ ഉള്ളിൽ പോയാൽ പോലും അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആകും. ഓക്കെ, ആൻഡ് ഇമ്പോർട്ടൻറ്റ് കൊമേഴ്സ്യൽ സോഴ്സ് ഓഫ് ദ സ്റ്റാർച്ച് നമുക്ക് കൊമേഴ്സ്യലി അവൈലബിൾ ആകുന്നത് എങ്ങനെയായിരിക്കും? അത് ദ ഗ്രെയിൻസ്, ട്യൂബേഴ്സ്, റൂട്ട്സ്, സാൽഗോപ്ലാംസ്, ഇതൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. എന്നുവെച്ചാൽ നമ്മുടെ ഗ്രെയിൻ ഉണ്ടല്ലോ, ധാന്യങ്ങള്, ട്യൂമേഴ്സ്, അതേപോലെ തന്നെ റൂട്ട്സ്, ഇതിനകത്തൊക്കെ സ്റ്റാർച്ചിന്റെ ഇതൊക്കെ അംശം കൂടുതലാണ്. ഇപ്പൊ ഗ്രെയിൻസ് എന്ന് പറയുന്നത് എന്താ? കോണ്, അതുപോലെ തന്നെ മൈസസ്, ഇതെല്ലാം എന്താണ്? ഇതിനകത്തെല്ലാം സ്റ്റാർച്ച് ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ചോറിനകത്ത് ഇതിലെല്ലാം സ്റ്റാർച്ച് ഉണ്ട്. മനസ്സിലായോ? ഈസ് ആൻ ഇമ്പോർട്ടന്റ് ആണ്. ഫോളോ ബൈ ദ സോർഗ്ലം ആൻഡ് ദ മിലോ, ഗ്യാസ്, വീറ്റ് ആൻഡ് റൈറ്റ്സ്. കണ്ടു, ഈ പറഞ്ഞ സാധനങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. വീറ്റും റൈറ്റ്സിലും അതേപോലെ തന്നെ എന്താ ഓക്കെ. The main tubers and the roots used for the starch productions are casvas, tapioca. ടപ്പിയോക്കകത്തും സ്റ്റാർച്ച് ഉണ്ട്. ട്യൂബേഴ്സ് നമ്മൾ പറഞ്ഞില്ലേ, the tubers and roots used for the starch production. അതേപോലെ തന്നെ arrowroots and potatoes. Sago starch is usually in that it's found in the pit of the sago palms located in the trunk of trees. അതൊരു ട്രീയുടെ ഒരു ഫ്രൂട്ട് ആണ് സാഗോപ്ലാൻ. ഈ ഫ്രൂട്ട് ആണ് എനിക്കറിയില്ല. അതിനകത്തും എന്താണ് സ്റ്റാർച്ചിന്റെ പ്രസൻസ് ഉണ്ട്. ഈ പറഞ്ഞ ഫുഡ് ഐറ്റംസിനകത്ത് ഗ്രെയിൻസ്, ട്യൂബേഴ്സ്, അതേപോലെയുള്ള സംഭവങ്ങൾ. അപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമുക്ക് വീറ്റ്, റൈസ്, അതേപോലെ തന്നെ പൊട്ടറ്റോസ്, ടപ്പിയോക്ക, ഇതിലെല്ലാം എന്തുണ്ട്? സ്റ്റാർച്ച് ഉണ്ട്. ഓക്കെ, അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഇനിയും പറയുന്നത് എന്താന്ന് വെച്ചാല്
സ്റ്റാർച്ചിന്റെ കോമ്പോസിഷനെ പറ്റിയാണ് ഇനി പറയുന്നത്. സ്റ്റാർച്ച് എന്ന് വെച്ചാൽ എന്താണ്? ഈ കോമ്പോസിഷൻ ഓഫ് സ്റ്റാർച്ച് കൺസിസ്റ്റ് ഓഫ് ടു ഫ്രാക്ഷൻ, രണ്ട് ഫ്രാക്ഷൻ ആണ് സ്റ്റാർച്ച് ഉള്ളത്. ഒന്ന് ആൽഫ അമിലോസും, പിന്നെ അതേപോലെ തന്നെ ഉള്ളത് എന്താണ്? അമിലോ പിക്റ്റിൻ എന്ന് പറയുന്ന ഫോമിലാണ്, എന്ന് വെച്ചാൽ ബീറ്റ അമിലോസ് ഫോമിലുമാണ് നിൽക്കുന്നത്. ഓക്കെ. അപ്പം ഈ ആൽഫ അമിലോസും ബീറ്റ അമിലോസും, ഈ ആൽഫ അമിലോസിനകത്ത് 10-20% ഓഫ് സ്റ്റാർച്ച് ഉണ്ട്. സ്റ്റാർച്ചിനെ ഇപ്പൊ സ്റ്റാർച്ചിന് ഈ മനസ്സിൽ സ്റ്റാർച്ചിനെ കൺസിഡർ ചെയ്യുക. സ്റ്റാർച്ചിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ടു ഫ്രാക്ഷൻസ് ആയിട്ടുണ്ട്. ആ സ്റ്റാർച്ചിനെ തന്നെ രണ്ടായിട്ട്, ഒന്ന് ആൽഫ അമിലോസ് ആൻഡ് ബീറ്റ അമിലോസ് ഉണ്ട്. ഓക്കെ. ഓക്കെ, അതിനകത്ത് ആൽഫ അമിലോസിനകത്ത് 10-20% ഓഫ് സ്റ്റാർച്ച് ആണ്. അതേപോലെ തന്നെ ആ ആൽഫ അമിലോസ് എന്ന് പറയുന്നത് ഒരു ലീനിയർ സ്ട്രക്ചർ ആണ്, നേരെയുള്ള സ്ട്രക്ചർ ആയിരിക്കും, അതിന് ബ്രാഞ്ചസ് ഒന്നും വരത്തില്ല. ഓക്കെ. പക്ഷെ നമ്മൾ ബീറ്റ അമിലോസ് എടുക്കുമ്പോൾ അതിനകത്ത് 80-90 എന്താണ്? സ്റ്റാർച്ചസ് ആണ്. അതിനകത്ത് ബ്രാഞ്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ലാർജ് മോളിക്കുലർ സൈസ് താൻ നമ്മൾ അമിലോസിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചും കൂടി മോളിക്കുലർ സൈസ് കൂടുതലുമാണ്. ക്ലിയർ ആണോ? ഹലോ, ഓക്കെ. ബാക്കി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? നമ്മളിപ്പോ പറഞ്ഞത് സ്റ്റാർച്ചിനെ പറ്റിയാ പറഞ്ഞത്. സ്റ്റാർച്ചിനെ പറ്റി ക്ലിയർ ആയല്ലോ? ഓക്കെ. ഇനി നമുക്ക് സെല്ലുലോസിനെ പറ്റിയാ പറയാനുള്ളത്. സെല്ലുലോസ് എന്ന് വെച്ചാൽ എന്താണ്? മോസ്റ്റ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഒരു ഓർഗാനിക് പോളിമർ ആണ്. സെല്ലുലോസ് എന്ന് വെച്ചാൽ മോസ്റ്റ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓർഗാനിക് പോളിമർ ആണ്. സിൻസ് ഇറ്റ് ഈസ് എ മെയിൻ കോൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് ദ സെൽ വോൾ ഓഫ് ദ ഓൾ പ്ലാന്റ്സ്. നമ്മുടെ എല്ലാ പ്ലാന്റ്സിന്റെയും സെൽ വോൾ മേഡപ്പ് ചെയ്തേക്കുന്നത് സെല്ലുലോസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ വെച്ചാണ്. എല്ലാ പ്ലാന്റ്സിന്റെയും സെൽ വോള് നമ്മൾ മേഡപ്പ് ചെയ്തേക്കുന്നത്. അപ്പം മെയിൻ കോമ്പൗണ്ട് ഓഫ് എ പ്ലാന്റ് സെൽ വോൾ ആണ്. അപ്പൊ നീ ഇത്ര ആലോചിക്കുക. സെല്ലുലോസ് എന്ന് പറയുന്നത് എന്താണ്? മോസ്റ്റ് വൈഡ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓർഗാനിക് പോളിമർ ആണ്. അതേപോലെ തന്നെ മെയിൻ കോമ്പൗണ്ട് ഓഫ് ദ പ്ലാന്റ് സെൽ വോൾ ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? മെയിൻ ആയിട്ട് ഇതിന്റെ സോഴ്സ് ഇനി പറയുന്നത്, നമുക്ക് ഇത് എവിടെ നിന്നാ കിട്ടുന്നത്? സോഴ്സ് കോട്ടണില് ഓൾമോസ്റ്റ് പ്യുവർ സെല്ലുലോസ് ആണ്. പ്യുവർ ഓഫ് സെല്ലുലോസ് എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ സെല്ലുലോസ് പ്യുവർ ഫോമിലുള്ളത് എവിടെ ആയിരിക്കും? കോട്ടണിലായിരിക്കും. അത് കഴിഞ്ഞ് വുഡ്, പിന്നെ എന്താണ് സിസിൽ, ജൂട്ട്, ഫ്ലാക്സ്, ഇതൊക്കെ പറയുന്ന ഈ ടൈപ്പ് ഓഫ് എന്താ പറയുക, അത് ജസ്റ്റ് ലൈക്ക് എ പ്ലാന്റ് ആണ്. ഇത് ട്രോപ്പിക്കൽ പ്ലാന്റ്സ് ആണ്. അതെല്ലാം പ്ലാന്റ്സിന്റെ നെയിം ആണ്. Cellulose fibers are also obtained from the leaves of the tropical plants. Tropical plants ന്റെ ലീഫുകളിലും ഇത് കാണപ്പെടാം. അതേപോലെ തന്നെ സ്റ്റെംസിൽ കാണപ്പെടുന്നതാണ് എന്ത് നമ്മൾ ജൂട്ട് എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, ലീവ്സിൽ കാണപ്പെടുന്നതാണ് സിസിൽ ആൻഡ് ബാക്കപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്? ഓക്കെ. അത് കഴിഞ്ഞ് സ്ട്രക്ചർ പഠിച്ചു വെക്കണം. അത് കഴിഞ്ഞ് എന്താടാ സ്ട്രക്ചർ അങ്ങനെ നമുക്ക് വേറെ വരയ്ക്കാൻ പറ്റും? വേറെ അങ്ങനെ എഴുതാൻ പറ്റത്തില്ല? ഞാൻ വേറെ സ്ട്രക്ചർ അയച്ചു തരാം, അതിന്റെ പിക്ചർ, സെല്ലുലോസിന്റെയും സ്റ്റാർച്ചിന്റെയും. അൺലൈക്ക് സ്റ്റാർച്ചിനെ വെച്ച് നോക്കുമ്പോൾ സെല്ലുലോസ് കനോട്ട് ബി ഡൈജസ്റ്റഡ് ബൈ ദ ഹ്യൂമൻസ്. ഈ സ്റ്റാർച്ച് വെച്ച് നോക്കുമ്പോൾ സ്റ്റാർച്ച് നമുക്ക് ഡൈജസ്റ്റബിൾ ആണ്. പക്ഷെ ഹ്യൂമൻ ബോഡിയിൽ സെല്ലുലോസ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഡൈജസ്റ്റബിൾ അല്ല. ഹ്യൂമൻസ് കനോട്ട് ഡൈജസ്റ്റ് ദ സെല്ലുലോസ്. ആൻഡ് അവിടെ എന്താണ്, വി ഗെറ്റ് നോ കലോറീസ് values from the dietary cellulose because its unit are joined by a beta linkage ആണ്. ബീറ്റ ലിങ്കേജ് വെച്ചാണ് ഓരോ യൂണിറ്റുകളും ജോയിൻ ചെയ്തേക്കുന്നത്. നമുക്ക് അതിനകത്തുനിന്ന് നമുക്ക് അധിക ഗുണങ്ങളോ ഒന്നും കിട്ടുന്നതുമില്ല. ആൻഡ് മോസ്റ്റ് ആനിമൽ ലാക്ക് ദ എൻസൈംസ് ടു ബ്രേക്ക് ദ ബീറ്റ ഗ്ലൈക്കോസിഡിക് ബോണ്ട്. ഈ ആനിമൽസിനകത്ത് എന്താണ് ഈ ഒരു
ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എൻസൈംസ് ഉണ്ട്. അതേപോലെ തന്നെ ഹലോ ഓക്കെ ഞാൻ വെച്ചു പോയോ. അതെ ഓൺ ആക്കുന്ന സമയത്ത് ലെഫ്റ്റ് നെറ്റിന്റെ പ്രശ്നമുള്ളത് ഓഫ് ആക്കിയത്. ഓക്കെ അതേപോലെ തന്നെ പിന്നെ പറഞ്ഞേക്കുന്നത് certain bacteria that lives in the gut of the dead meat and the digestive tract of the gracile animals such as cows, hearts and enzymes. ഈ എന്താണ് പിന്നെ നമുക്ക് ഈ കൗ ഒക്കെ ഉണ്ടല്ലോ, പശുക്കളുടെ ഒക്കെ ഗട്ടില് ഒരു ബാക്ടീരിയ ഉണ്ട്. അപ്പൊ ആ ബാക്ടീരിയ അവരെ ഹെൽപ്പ് ചെയ്യും എന്ത്, ഈ ഒരു സെല്ലുലോസ്, ഇപ്പൊ ഈ പ്ലാന്റ് ആയിട്ടുള്ള സെല്ലുലോസ് ആനിമൽസ് പ്ലാന്റ്സ് അല്ലേ കൺസ്യൂം ചെയ്യുന്നത്. അപ്പം മോസ്റ്റ് ഓഫ് ദ ആനിമൽസ് എന്താണ് ഹെർബിവോറസ് ആനിമൽസ് എല്ലാം. സോ അപ്പൊ അവര് ആ പ്ലാന്റ് അത് കൺസ്യൂം ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ ഗട്ടിലാണെങ്കിൽ ഒരു ബാക്ടീരിയ ഉണ്ട്, അവർക്ക് അതുകൊണ്ട് ആ ഒരു ബാക്ടീരിയ ഹെൽപ്പോടെ ഈ ഒരു എന്താണ് ബീറ്റാ ഗ്ലൈക്കോസിഡിക് ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഹ്യൂമൻ ഇതിൽ അത്രയ്ക്കും ഇതിലല്ല, നല്ലതല്ല. സെല്ലോ ഡസ് നോട്ട് play an important role in human digestive system and providing a dietary fibers that absorb the water and help to move the food through the digestive tract in humans. എന്താണ് ഡൈജസ്റ്റീവ് ട്രാക്കിലൂടെ ഇപ്പൊ നമ്മളിപ്പോ കൺസ്യൂം ചെയ്താൽ പോലും ജസ്റ്റ് ലൈക്ക് മേ ബി എക്സാക്ട് ആ രൂപത്തിൽ തന്നെ ആയിരിക്കും മേ ബി അത് നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്കിൽ നിന്ന് പോകുന്നത്. ഓക്കെ, അതിനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്താണ് ബ്രേക്ക് ചെയ്യാനോ അതിനെ പിന്നെ ബ്രേക്ക് ചെയ്ത് അതിനെ ഇതാക്കാനോ ഒന്നും ഉള്ള എൻസൈംസ് ഒന്നും നമ്മുടെ ഗട്ടിലില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്ത ഗംസ് എന്ന് പറയുന്നത് ആർ എ പോളിസാക്കറൈഡ്സ് ആണ് വിച്ച് ആർ എ ലോങ് ചെയിൻ കോംപ്ലക്സ് ഓഫ് ദ കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റിന്റെ ഒരു ലോങ് ആയിട്ടുള്ള ഒരു ചെയിൻ ആണ് എന്ത് ഗം എന്ന് പറയുന്നത്. ഫോം എ ജെൽ ഓർ വിസ്കസ് സൊല്യൂഷൻ വാട്ടറിനകത്ത് ഒരു ജെല്ലി സ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു വിസ്കസ് സൊല്യൂഷൻ ആയിട്ടായിരിക്കും അത് കാണപ്പെടുന്നത്. Form a jelly or a viscous solution in water. Okay. And derived from the plants, they are composed of the sugar like galactose, arbutinose and araminose rather than the glucose or fructose. പിന്നെ അത് പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പ്ലാന്റ്സിന്റെ ഡെറിവേറ്റ് ആണ്. ഡെറിവേറ്റ് എന്ന് വെച്ചാൽ പ്ലാന്റ്സിൽ നിന്നാണ് ഈ സംഭവം വരുന്നത്. ഓക്കെ, അതാണ് ഡിറൈവ്ഡ് ഫ്രം ദ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. They are composed of a sugar like a galactose. അവർക്ക് എന്താണ് ഗാലക്ടോസും അരമിനോസ് എന്ന് പറയുന്ന ഷുഗേഴ്സ് ഉണ്ട്. പക്ഷേ എന്ത് ഗ്ലൂക്കോസും ഫ്രക്ടോസും പറയുന്നതല്ല അതിലുള്ളത്. ഓക്കെ, അതെല്ലാം ഷുഗേഴ്സ് ആണ്. They are often non-digestible by human but can be processed by the gut microbial organism. നമ്മുടെ ബോഡിയിൽ നമ്മൾ പറയത്തില്ല ചിലപ്പം ചൂയിങ്കം എന്നൊക്കെ നമ്മൾ ഇറക്കാൻ പാടില്ല എന്നൊക്കെ പറയില്ല, തുപ്പിക്കളയണം. ബിക്കോസ് നമ്മുടെ ബോഡിയിൽ അതിനെ ആ ഒരു ഇതിനെ ബ്രേക്ക് ചെയ്യാനുള്ള എൻസൈംസ് നമുക്ക് ഡയറക്റ്റ് ബ്രേക്ക് ചെയ്യാൻ ഡൈജസ്റ്റബിൾ അല്ല. ബട്ട് എന്നാൽ പോലും എന്താണ് പ്രോസസ്ഡ് ബൈ എ ഗട്ട് മൈക്രോബിയൽ ഓർഗാനിസം. ചില മൈക്രോബിയൽ ഓർഗാനിസം ഇത് ചിലപ്പോൾ ഇതാകാം, അതാ പറയുന്നത് ബൈ ദ ഹ്യൂമൻ ബട്ട് ക്യാൻ ബി എ പ്രോസസ് ബൈ ദ ഗട്ട് മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞേക്കുന്നത്. ദ നാച്ചുറൽ ഗംസ് ആർ എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ നേറ്റീവ് പ്ലാന്റ്സ് മെറ്റീരിയൽ. നാച്ചുറൽ ആയിട്ടുള്ള ഗംസ് എല്ലാം കറക്റ്റ് നമ്മുടെ പ്ലാന്റ് മെറ്റീരിയലിൽ നിന്നാണ് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്നത്. സച്ച് ആസ് ദ സീഡ് ഓഫ് ദ ഗ്യാസ്റ്റർ ബീൻസ്, അതേപോലെ തന്നെ എക്സ്യൂഡഡ് ഫ്രം ദ ട്രീസ്. ഇതിലൊക്കെ നിന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്, ഈ നാച്ചുറൽ ഗംസ് എടുക്കുന്നത്. ആൻഡ് ദിസ് വാട്ടർ സോലുബിൾ ഗംസ് ആർ വൈറ്റൽ ഇൻ ദ ഫുഡ് ഇൻഡസ്ട്രീസ്. വാട്ടർ എന്താടാ അല്ലല്ല, വൈറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ഈ അതിന് ഈ വൈറ്റ് ഇന്നത്തെ പറഞ്ഞിരിക്കുന്നത് വാട്ടർ സോലുബിൾ ഗംസ് ആർ വൈറ്റൽ ഇൻ ദ ഫുഡ് ഇൻഡസ്ട്രീസ്. ഇന്നത്തെ ഫുഡ് ഇൻഡസ്ട്രിയിൽ ഈ എന്താണ് ഈ വാട്ടർ സോലുബിൾ ഗംസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു മേജർ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ജസ്റ്റ് ലൈക്ക് എന്താ ഫുഡ് കറക്റ്റ് മീനിങ് എന്താന്ന് വെച്ചാൽ എക്സാക്ട് വെയിറ്റ് ഞാൻ പറഞ്ഞാൽ
സെക്കൻഡ്. അത് തന്നെയാണ് എസെൻഷ്യൽ ആൻഡ് നെസസറി ഫോർ ദ നമ്മുടെ എസെൻഷ്യൽ ആൻഡ് നെസസറി ആണത്, മനസ്സിലായോ? അതാണ് വൈറ്റൽ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻഡസ്ട്രീസ്, തിക്കിംഗ് ഏജൻസ്, എംഎൽസിഫയേഴ്സ്, സ്റ്റെബിലൈസേഴ്സ്, ഇതൊക്കെ and also have an application in the tissues in tissue engineering and drug delivery. ഈ പറയുന്ന സെക്ഷനിലെല്ലാം ഗം എന്ന് പറയുന്ന സംഭവം വളരെ അത്യാവശ്യമാണ്. മെയിൻ അല്ലേ? ഏതൊക്കെ ടൈപ്പിലാണ് എന്ന് വെച്ചാൽ ഈ ഇൻഡസ്ട്രീസിൽ എന്താണ് വാട്ടർ സോല്യൂബിൾ ഗംസ് ആർ വൈറ്റൽ ഇൻ ദ ഫുഡ് ഇൻഡസ്ട്രീസ് ആസ് തിക്നിങ് ദ ഏജന്റുകളെ തിക്നെസ് ആക്കാനും, എംഎൽസിഫയേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാനും, സ്റ്റെബിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാനും, അതേപോലെ തന്നെ എന്താണ് ടിഷ്യൂ എഞ്ചിനീയറിംഗിൽ വരെ ഇതിനെ യൂസ് ചെയ്യുന്നുണ്ട്. അതാ പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ? ഇത്രയും ഒന്ന് വായിച്ചു നോക്കി. അപ്പം ഓൾമോസ്റ്റ് കാർബോഹൈഡ്രേറ്റിന്റെ ആ ഒരു പോർഷൻ ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇനി ലിപ്പിഡാ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം ഇപ്പൊ ഇത്രയും പഠിപ്പിച്ചതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കിക്കേ. നമുക്കിനി നെക്സ്റ്റ് ലിപ്പിഡിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ലിപ്പിഡ്സ്. അത് ഓക്കെ, ലിപ്പിഡ്സ് എന്ന് പറയുന്നത് എന്താണ്? ഹെട്രോജീനിയസ് ഗ്രൂപ്പ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഓക്കെ, വൈലി ഡിസ്ട്രിബ്യൂട്ടിംഗ് ലിവിങ്, നമ്മുടെ ലിവിങ് സിസ്റ്റത്തിലാണ് ഏറ്റവും കൂടുതൽ ലിപ്പിഡ്സിന് ഇത് കാണുന്നത്. ഹലോ, കേക്കാവോ? ഹെട്രോജീനിയസ് ഗ്രൂപ്പ് ആണ്. ഹെട്രോജീനിയസ് എന്ന് വെച്ചാല് ഹെട്രോജീനിയസ് എന്ന് വെച്ചാൽ എന്താ, പല ടൈപ്പ് ഓഫ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ്സ് ആണ്. എന്നുവെച്ചാൽ വൈവിധ്യമാർന്ന എന്ന് പറയത്തില്ലേ? Lipids form a heterogeneous group of organic compound which are widely distributed in the human living system. ലിവിങ് സിസ്റ്റത്തിലാണ് ഏറ്റവും കൂടുതൽ ലിപ്പിഡ്സിന്റെ ഒരു ഇത് നമ്മളെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. പിന്നെ the term lipid cannot be concisely defined, but that refers to a large number of compounds which have a similar solubility properties. സിമിലർ ആയിട്ടുള്ള ഒരു വലിയൊരു ലാർജ് ഓഫ് കോമ്പൗണ്ട് ആണ്. ബട്ട് അതിലെന്താണ്, അതിലെ മോസ്റ്റ്ലി എല്ലാത്തിനും എന്താണ് സോലിബിലിറ്റി പ്രോപ്പർട്ടി സെയിം ആയിരിക്കും, സിമിലർ ആയിരിക്കും. പിന്നെ അതേപോലെ ലിപ്പിഡ് ആർ സോലിബിൾ ഇൻ നോൺ പോളാർ ഓർഗാനിക് സോൾവെന്റ്. നോൺ പോളാർ ഓർഗാനിക് സോൾവെന്റുകളിനകത്ത് മാത്രമേ ലിപ്പിഡ്സ് സോലിബിൾ ആകത്തുള്ളൂ. എന്ന് വെച്ചാൽ അസറ്റോൺസ്, ഈ വാട്ടറിനകത്ത് ഇൻസോലിബിൾ ആണ്. എന്നുവെച്ചാൽ നോൺ പോളാർ ഓർഗാനിക് സോൾവെന്റുകളിൽ മാത്രം, എന്നുവെച്ചാൽ അസറ്റോൺ, ഈതർ, ക്ലോറോഫോം, ബെൻസീൻ എന്നുള്ള ആ സെറ്റ് ഓഫ് നോൺ പോളാർ ഓർഗാനിക് കോമ്പൗണ്ട്സിനകത്ത് മാത്രമേ എന്ത് ലിപ്പിഡ്സ് സോൾബിൾ ആകത്തുള്ളൂ. പക്ഷേ ആർ ഇൻസോലിബിൾ വാട്ടറിൽ അത് ഇൻസോലിബിൾ ആണ്, സോലിബിൾ ആകത്തില്ല. ഓക്കെ, ക്ലിയർ ആണോ? പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത് എക്സാമ്പിൾസ് ആണ് ലിപ്പിഡിന്. ഓയില്, ഫാറ്റ്സ്, വാക്സസ്, ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ലിപ്പിഡ്സ് ആണ്. Okay, the two major class of the dietary lipids are triglyceride. ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിലുള്ളതാണ്. ഇപ്പൊ നമ്മൾ എക്സസ് ഓഫ് കലോറി നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ എക്സസ് ഓഫ് ഫാറ്റ് സ്റ്റോർ ചെയ്യുന്നത് എന്താണ്? ട്രൈഗ്ലിസറൈഡ് ആയിട്ട് മാറും. നമ്മളിപ്പം നമ്മുടെ ഡെയിലി ചെക്കപ്പിൽ പോലും നമ്മൾ പോകുമ്പോൾ നമ്മുടെ HDL, LDL എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൊളസ്ട്രോൾസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ്.
ബാഡ് കൊളസ്ട്രോൾ, ഗുഡ് കൊളസ്ട്രോൾ എന്നൊക്കെയാണ് പറയുന്നത്. അതിനകത്ത് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നത് നമ്മൾ നോക്കും. ഈ ട്രൈഗ്ലിസറൈഡ് കൂടുതലാണെങ്കിൽ നമുക്ക് ബ്ലോക്ക് അങ്ങനെയൊക്കെയുള്ള സംതിങ് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഓക്കെ, മോർ കോമൺലി നോൺ ആസ് ട്രൈഗ്ലിസറൈഡ്. മോർ കോമൺലി നമ്മൾ എന്താണ് ഓയില്, ഫാറ്റ്സ് ഒക്കെയാണ് നമ്മൾ ഇതിനെ ലിപ്പിഡ്സിന് ഇതിൽ അറിയുന്നത്. ഓക്കെ, ലിപ്പിഡ്സിനെ പിന്നെയും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലിപ്പിഡ്സ് ആർ മെയിൻലി ഡിവൈഡ് ഇൻറ്റു 4 ടൈപ്സ്. എന്താണ് സിമ്പിൾ, കോമ്പൗണ്ട് ലിപ്പിഡ്സ് ആയിട്ട്, അതിനെ ഡെറിവേറ്റഡ് ലിപ്പിഡ്സ് ആയിട്ടും എന്താണ് അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതില് പറയാം. ഇതില് സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് വെച്ചാല് എന്താണ്? സിമ്പിൾ ലിപ്പിഡ്സ് ദിസ് ആർ എസ്റ്റേഴ്സ് ഓഫ് ദ ഫാറ്റി ആസിഡ്. ഫാറ്റി ആസിഡ്സിന്റെ എസ്റ്റേഴ്സ് ആണ്. ഓക്കെ, ദേ ആർ എസ്റ്റേഴ്സ് ഓഫ് ദ ഫാറ്റി ആസിഡ് ആൻഡ് ആൽക്കഹോൾസ്. ആൽക്കഹോൾസിന്റെ ഫാറ്റി ആസിഡിന്റെയും സിമ്പിൾ ലിപ്പിഡ്സ് ആയപ്പോൾ അത് കമ്പോസ്ഡ് ഓഫ് എസ്റ്റേഴ്സ് ഓഫ് ദ ഫാറ്റി ആസിഡും ആൽക്കഹോളും കൂടെ ചേർന്നായിരിക്കും എന്ത് സിമ്പിൾ ലിപ്പിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, അത് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫാറ്റി ആസിഡും ആൽക്കഹോളും കിട്ടും നമുക്ക്. ഹൈഡ്രോളിസിസ് എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ അതിനെ ബ്രേക്ക് ചെയ്യുവാണ്. ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫാറ്റി ആസിഡും ആൽക്കഹോളുമായിട്ട് നമുക്ക് സെപ്പറേറ്റ് കിട്ടും. സിമ്പിൾ ലിപ്പിഡ്സിനുള്ള എക്സാമ്പിൾ ആണ് ഓയിൽസ്, ഫാറ്റ്, വാക്സസ് എന്ന് പറയുന്നത്. ഓക്കെ, ഓക്കെ, അടുത്ത കോമ്പൗണ്ട് ലിപ്പിഡ്. അത് എന്താണ്? എസ്റ്റേഴ്സ് ഓഫ് ദ ഫാറ്റി ആസിഡ് ആൻഡ് ആൽക്കഹോൾ ആണ് ഇൻ കോമ്പിനേഷൻ വിത്ത് ഏത് അതർ കോമ്പൗണ്ട്സ്, വേറെ കോമ്പൗണ്ട്സുകളൂടെ ചേർന്നിട്ട്, ആൻഡ് ദസ് ഗീവ് എ ഫാറ്റി ആസിഡ്, ആൽക്കഹോൾ ആൻഡ് അതർ കോമ്പൗണ്ട് ഓൺ ഹൈഡ്രോളിസിസ്. ഇപ്പൊ നമ്മൾ മുമ്പേ പറഞ്ഞു സിമ്പിൾ കോമ്പൗണ്ട് നമുക്ക് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫാറ്റി ആസിഡും ആൽക്കഹോളും മാത്രമായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കോമ്പൗണ്ട് ലിപ്പിഡ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഫാറ്റി ആസിഡും ആൽക്കഹോളും കൂടാതെ വേറെ കുറെ കോമ്പൗണ്ട്സുകളും കിട്ടും. അതാണ് ഫോസ്ഫോലിപ്പിഡ്സ് വിച്ച് കണ്ടെയ്ൻ. അപ്പൊ നമ്മൾ ഫോസ്ഫോലിപ്പിഡ്സ് ഉണ്ടോ, അപ്പം അതൊരു ലിപ്പിഡ് ആണ്. അത് നമുക്ക് ഹൈഡ്രോളിസിസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തോ കിട്ടുന്നുണ്ട്? ഫാറ്റി ആസിഡും ആൽക്കഹോളും കിട്ടുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്ക് എന്തോ കൂടെ കിട്ടുന്നുണ്ട്? അതിന്റെ കൂടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് കൂടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അടുത്തത് ഗ്ലൈക്കോലിപ്പിഡ്സ്, പിന്നെ ഗാലക്ടോ ലിപ്പിഡ്സ്. ഇതെല്ലാം എന്താണ്? ഇത് ചെയ്യുന്ന സമയത്ത് എന്താണ്? അതിനകത്ത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്ന കോമ്പൗണ്ടും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്തത് ഡിറൈവ്ഡ് ലിപ്പിഡ്സ് ആണ്. ഇതിനകത്ത് എക്സ്റ്റർ ലിങ്കേജ് ഇല്ല. ഓക്കെ, ദിസ് ലിപ്പിഡ് ഓൾദോ ഡു നോട്ട് കണ്ടെയ്ൻ എസ്റ്റർ ലിങ്കേജ്. ഇതിനകത്ത് എസ്റ്റർ ലിങ്കേജ് ഇല്ല. ഈ ഡിറൈവ്ഡ് ലിപ്പിഡ്സ് എന്ന് വെച്ചാൽ ഡിറൈവ്ഡ് ഫ്രം എ നാച്ചുറലി ഒക്കറിംഗ് എസ്ട്രിഫൈഡ് ലിപ്പിഡ്സ്. നാച്ചുറലി എസ്ട്രിഫൈഡ് ചെയ്ത മെറ്റീരിയൽസ് നിന്ന് മാത്രമാണ് ഇത് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, നമ്മള് നാച്ചുറലി അത് എസ്ട്രിഫൈഡ് ആണ്, മീൻസ് എസ്റ്റർ കണ്ടെയ്നിങ് അല്ലെങ്കിൽ ഈ ഒരു ഫോമിൽ ആയതാണ്. എസ്ട്രിഫിക്കേഷൻ എന്താ? കൺവേർട്ടിങ് ഇൻറ്റു ആൻ ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. എന്ത്? നമ്മൾ ഈ ഹൈഡ്രജനെയും ആസിഡിനെ എല്ലാം റീപ്ലേസ് ചെയ്തിട്ട് ആൽക്കലി അല്ലെങ്കിൽ അത് ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ വെക്കുന്നതാണ് എസ്ട്രിഫിക്കേഷൻ എന്ന് വെച്ചാൽ. കൺവേർട്ടിങ് ഇൻറ്റു ഓർഗാനിക് കോമ്പൗണ്ട് ബൈ റീപ്ലേസിംഗ് ദ ഹൈഡ്രജൻ ഓഫ് ആൻ ആസിഡ് ബൈ ആൽക്കലി അല്ലെങ്കിൽ അതർ ഗ്രൂപ്പ്സ്. അതിനെയാണ് എസ്ട്രിഫിക്കേഷൻ എന്ന് പറയുന്നത്. പക്ഷേ ഇത് നാച്ചുറലി അതിനകത്ത് ഒക്കറിങ് ആണ്. ഓക്കെ, നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യം, നാച്ചുറലി അത് ഒക്കറിങ് ആണ്. അതാ പറഞ്ഞേക്കുന്നത്. ഡിറൈവ് ഫ്രം എ നാച്ചുറലി ഒക്കറിങ് എസ്ട്രിഫൈഡ് മെറ്റീരിയൽ. നാച്ചുറലി എന്താണ്? എസ്ട്രിഫൈ ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയലിൽ നിന്നാണ് ഈ ഡിറൈവ്ഡ് ലിപ്പിഡ്സ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവിടെ എക്സ്ട്രാ ലിങ്കേജിന്റെ ആവശ്യമില്ലെന്നാണ് അവർ പറഞ്ഞത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഫാറ്റി ആസിഡ്, ഗ്ലിസറോള്, ലോങ് ചെയിൻ മോണോ ഹൈഡ്രിക് ആൽക്കഹോൾസ് എല്ലാം. ഓക്കെ, അടുത്ത ലാസ്റ്റ് ആണ് സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നത്. സ്റ്റിറോയിഡ്സ് അല്ലെങ്കിൽ സ്റ്റിറോയിഡൽ ആൽക്കഹോൾസ് കണ്ടെയ്നിങ് ദ സ്റ്റിറോയിഡ് റിംഗ് സിസ്റ്റം. അതൊരു സ്റ്റിറോയിഡ് റിംഗ് സിസ്റ്റം ആണ് അതിനകത്തുള്ളത്. സ്റ്റിറോയിഡ്സിനകത്ത് കൊളസ്ട്രോൾ, വൈറ്റമിൻസ് ഒക്കെയാണ് ഈ സ്റ്റിറോയിഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? അത്രേ ഉള്ളൂ. ഈ കൊളസ്ട്രോൾ, വൈറ്റമിൻസ് എന്ന് ഞാൻ പറയുന്നത് നമ്മൾ സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്നതാണ്. അതൊരു സ്റ്റിറോയിഡ് ആണ്.
എന്താ സ്റ്റിറോയിഡ്സ് ആൽക്കഹോൾസ് കണ്ടെയ്ൻ സ്റ്റിറോയിഡ്സ്. അതേപോലെ അതെന്താണ് ഒരു റിംഗ് സിസ്റ്റം ആണ്. അത് നമുക്ക് കാണപ്പെടുന്ന ഒരു റിംഗ് സിസ്റ്റം ആയിട്ടായിരിക്കും റിംഗ് ആയിട്ടായിരിക്കും നമുക്ക് അതിന് കാണപ്പെടുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ്. അടുത്ത നമുക്ക് പഠിക്കാനുള്ള അതിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയാണ്. നിങ്ങൾക്ക് നോക്കട്ടെ അതിനകത്ത് ഉണ്ടോ പ്രോപ്പർട്ടീസിനെ പറ്റിയില്ല. നമ്മള് ഇനി നമുക്ക് കെമിക്കലിനെ പറ്റിയാണ് നോക്കേണ്ടത്. പ്രോപ്പർട്ടീസ് ഓഫ് ലിക്വിഡ് പറഞ്ഞിട്ടില്ല. നമുക്ക് ഇനി നോക്കേണ്ടത് കെമിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഇപ്പൊ കെമിക്കൽ പ്രോപ്പർട്ടീസിനകത്ത് ഹൈഡ്രോളിസിസ് ആണ് ആദ്യം പറഞ്ഞേക്കുന്നത്. The ester bond in a lipid can be broken down by the reacting with the water in a process is called hydrolysis. കണ്ടോ, ഹൈഡ്രോളിസിസ് വെച്ചാൽ എന്താണ്? നമ്മൾ വാട്ടർ ഉപയോഗിച്ച് ഈ ഒരു ബോണ്ടിനെ ബ്രേക്ക് ചെയ്യുന്നു. ഇപ്പൊ അത് പറഞ്ഞേക്കുന്നത് എന്താണ്? The ester bond in a lipid. ലിപ്പിഡിനകത്തുള്ള എസ്റ്റർ ബോണ്ട്. ഓക്കെ, ലിപ്പിഡിനകത്ത് ഒരു എസ്റ്റർ ബോണ്ട് ഉണ്ട്. നമുക്ക് അതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെ? ഡൗൺ ബൈ റിയാക്ടിങ് വിത്ത് വാട്ടറിനെ കൊണ്ട് റിയാക്ട് ചെയ്യിക്കുമ്പോൾ നമുക്ക് അതിനെ എന്തു ചെയ്യാൻ പറ്റും? നമുക്ക് അതിനെ ഹൈഡ്രോളിസിസ് ചെയ്യാൻ പറ്റും. ദിസ് ക്യാൻ ഡൺ വിത്ത് ഈതർ. നമുക്ക് ഇതിനെ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും? ഒന്നുകിൽ നമുക്ക് എന്താണ് ആസിഡ് വെച്ചോ അല്ലെങ്കിൽ ആൽക്കലി വെച്ചോ, ഈ രണ്ടെണ്ണം വെച്ചാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇതിനകത്ത് കണ്ടോ, ഇത് ട്രൈഗ്ലിസറൈഡ് എന്ന് പറയുന്നതാണ്. അതൊരു ലിപ്പിഡാണ്. ആ ലിപ്പിഡ് എന്താണ്, അതിനെ ബ്രേക്ക് ചെയ്ത് എന്താക്കി മാറ്റി? ഗ്ലിസറോൾ ആൻഡ് സോപ്പ് ആക്കി മാറ്റിയേക്കുന്നുണ്ടോ? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ നമുക്ക് ആൽക്കലിയോ ആസിഡോ എന്താ വെച്ചാൽ ഉപയോഗിച്ച് നമുക്ക് ഇതിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. ആസിഡ് ഹൈഡ്രോളിസിസ് ആണെങ്കിൽ ബ്രേക്ക് ഡൗൺ ദ ട്രൈഗ്ലിസറൈഡ് ഇൻടു ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ്. ഗ്ലിസറോളും ഫാറ്റി ആസിഡും ആയിട്ട് നമ്മൾ ആസിഡ് ഉപയോഗിച്ചാണ് ഈ ഒരു ലിപ്പിഡിനെ ട്രൈഗ്ലിസറൈഡിനെ നമ്മൾ ബ്രേക്ക് ചെയ്യുന്നെങ്കിൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഗ്ലിസറോളും ഫാറ്റി ആസിഡ് ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ആൽക്കലൈൻ ഹൈഡ്രോളിസിസ് ആണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ ഹൈഡ്രോളിസ് ലിപ്പിഡ് വിത്ത് സ്ട്രോങ് ബേസ്, ഏതെങ്കിലും ഒരു സ്ട്രോങ് ബേസ്. ഇപ്പൊ ഇവിടെ കണ്ടോ, ഇവിടെ ഇവർ യൂസ് ചെയ്തേക്കുന്നത് സ്ട്രോങ് ബേസ് ആണ്. എന്ത്? NaOH എന്ന് പറയുന്നത്. അതിനെ യൂസ് ചെയ്തിട്ടാണ് ഗ്ലിസറൈഡ് ബ്രേക്ക് ചെയ്തിട്ട് ഗ്ലിസറോളും സോപ്പും ആയിട്ട് മാറ്റിയേക്കുന്നത്. ഇവിടെ എന്താണ്? ഗ്ലിസറോൾ ആൻഡ് ഫാറ്റി ആസിഡ് സോൾട്ട്, അതിനെയാണ് നമ്മൾ സോപ്പ് എന്ന് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമ്മളിവിടെ എന്താണ് ലിപ്പിഡ്സിന്റെ കെമിക്കൽ പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ പറഞ്ഞത്. കെമിക്കൽ പ്രോപ്പർട്ടിക്കകത്ത് ഈ ഹൈഡ്രോളിസിസിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഹൈഡ്രോളിസിസ് എന്ന് വെച്ചാൽ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ്. കോമൺലി എന്താണ്? ബ്രോക്കൺ ഡൗൺ റിയാക്ടിങ് വിത്ത് വാട്ടർ ആണ് ഹൈഡ്രോളിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഹൈഡ്രോളിസിസ് ചെയ്യുന്നത് എന്ത് വെച്ചായിരിക്കാം? ആസിഡ് അല്ലെങ്കിൽ ആൽക്കലി വെച്ചായിരിക്കാം. ഇവിടെ ആസിഡ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത് ആസിഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലിസറോളും ഫാറ്റി ആസിഡ് ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ആൽക്കലി വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തുമായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? NaOH അല്ലെങ്കിൽ KOH എന്ന് പറയുന്ന സ്ട്രോങ് ബേസിനെ, ഏതെങ്കിലും ഒരു സ്ട്രോങ് ബേസിനെ വെച്ച് നമ്മൾ എന്തിനെ? ട്രൈഗ്ലിസറൈഡിനെ നമ്മൾ എന്തോ ചെയ്യും? ട്രീറ്റ് ചെയ്യും. ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലിസറോളും അതേപോലെ തന്നെ ഫാറ്റി ആസിഡ് സോൾട്ടും നമുക്ക് കിട്ടും. അതിനെയാണ് നമ്മൾ സോപ്പ് എന്ന് പറയുന്നത്. ഇനി അടുത്ത മെത്തേഡാണ് ഹൈഡ്രോജനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് അല്ല, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് ആണ് ഇവിടെ ഉള്ളത്. കണ്ടെയ്നിങ് കാർബൺ ഡബിൾ ബോണ്ട്. ഇതിനകത്ത് എന്താണ്? കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. ഈ സാച്ചുറേറ്റഡ് എന്ന് വെച്ചാൽ ഡബിൾ ബോണ്ട് ഇല്ലാത്തതാണ് ഉദ്ദേശിക്കുന്നത്. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ഉള്ളത്. ഓക്കെ, അപ്പം unsaturated fatty acid which containing carbon double bonds can react with the hydrogen gas in the presence of a catalyst. എന്ന് വെച്ചാൽ ഈ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്, ദാറ്റ് മീൻസ് വിച്ച് കണ്ടെയ്നിങ് എ ഡബിൾ ബോണ്ട്, അതിനെ നമ്മൾ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ, നിക്കലിന്റെ പ്രസൻസിൽ ഹൈഡ്രജനുമായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഓക്കെ, this reaction saturates the fatty acid chain by hydrogenation and the double bond. Hydrogenation the double bonds.
കൺവേർട്ടിംഗ് ദ ലിക്വിഡ് ഓയിൽ ഇൻ ടു എ സോളിഡ് ഫാറ്റ്. മനസ്സിലായോ? ഈ റിയാക്ഷനിലൂടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് ഇതിനെ സാച്ചുറേറ്റഡ് ആക്കും. ദിസ് റിയാക്ഷൻ സാച്ചുറേറ്റ് ദ ഫാറ്റി ആസിഡ്. ഈ ഫാറ്റി ആസിഡിനെ സാച്ചുറേറ്റഡ് ആക്കും. എങ്ങനെ? ബൈ ഹൈഡ്രജനേഷൻ ദ ഡബിൾ ബോണ്ട്. ആ ഡബിൾ ബോണ്ടിനെ ഹൈഡ്രജനേഷൻ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇതിനെ സാച്ചുറേറ്റഡ് ആക്കാൻ പറ്റും. അപ്പൊ എന്താകും? ഈ ലിക്വിഡ് ആയിട്ടിരിക്കുന്ന ഒരു ഓയിലെ നമ്മൾ എന്തോ ആക്കി മാറ്റുന്നു? ഒരു സോളിഡ് ഫാറ്റ് ആക്കി മാറ്റുന്നു. Okay. In practices, the hydrogenation is carried out. In practices, the hydrogenation. Or 1 minute. Okay. Wait. Okay. ഇപ്പം ഇവിടെ നമ്മളിവിടെ in practice hydrogenation is carried out by passing a hydrogen into a heat oil. ഒരു ചൂടായിട്ടുള്ള ഒരു ഓയിലേക്ക് നമ്മൾ എന്തോ ചെയ്യുന്നു? ഈ ഹൈഡ്രജൻ പാസ് ചെയ്ത് വിടുന്നു. In the presence of the powder nickel catalyst. Powder nickel catalyst in the presence. Okay. അപ്പം after the hydrogenation, the oil is cooled. Oil അപ്പോൾ cooled ആവും. എന്നിട്ട് catalyst is moved. കാറ്റലിസ്റ്റ് നമ്മൾ നിക്കൽ കാറ്റലിസ്റ്റ് അത് ആഡ് ചെയ്തേക്കും, നമ്മൾ അത് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നു. ഈ പ്രോസസ്സ് നമ്മൾ ഫ്രീക്വന്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ ബസ്മതി ഗീ എന്ന് പറയുന്ന സാധനം മാനുഫാക്ചർ ചെയ്ത് കിട്ടും. ഓക്കെ, ക്ലിയർ ആണോ? ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയണെങ്കിൽ പറയാം. ഇതിനകത്ത് റിയാക്ഷൻ അതിൽ പറഞ്ഞിട്ടില്ല. ജസ്റ്റ് അവർ വെജിറ്റബിൾ ഓയിലിനെ നമ്മള് ഇപ്പൊ വെജിറ്റബിൾ ഓയിൽ അതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയ സാധനം. അപ്പൊ ആ വെജിറ്റബിൾ ഓയിലിനെ നമ്മൾ ലിക്വിഡ് സ്റ്റേറ്റ് ആണത്, അതിനെ നമ്മൾ സോളിഡ് സ്റ്റേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുവാണ് നമ്മൾ പറഞ്ഞത്. ഈ ഹൈഡ്രജനേഷൻ എന്നുള്ള റിയാക്ഷൻ നമ്മൾ ചെയ്യുന്നത് അതാണ്. വെജിറ്റബിൾ ഓയിലിനെ നമ്മൾ എന്തോ ചെയ്തു? ഹൈഡ്രജൻ ഗ്യാസ് നമ്മൾ പാസ് ചെയ്തു. എന്തിന്റെ പ്രസൻസിൽ? നിക്കൽ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ നമ്മൾ നിക്കൽ കാറ്റലിസ്റ്റ് കൊണ്ട് എന്നിട്ട് ഹീറ്റും ചെയ്തു. അപ്പോഴാണ് ഈ സോളിഡ് ആയിട്ടുള്ള വനസ്പതി ഗീ ആയി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പറയാനുള്ളത് ഹാലജനേഷൻ ആണ് പറയാനുള്ളത്. ഹാലജനേഷൻ എന്ന് പറഞ്ഞാല് ഹാലജൻ ഗ്രൂപ്പ് ആഡ് ചെയ്യുന്ന ഐഡിൻ ബ്രോമിൻ എന്നുള്ള സംഭവം നമ്മൾ ആഡ് ചെയ്യുന്നതാണ്. Halogenation can be added across the double bond unsaturated fatty acid. Double bond ആയിട്ടുള്ള unsaturated fatty acidsലായിരിക്കും നമ്മൾ ഈ ഹാലജൻ ആഡ് ചെയ്യുന്നത്. And decolorizing the halogen solution. അതിന്റെ ഹാലജൻ സൊല്യൂഷൻ എന്തോ ചെയ്യും? ഡീകളറൈസേഷൻ ആകും. അതിന് ഒരു കളർ ഉണ്ടായിരിക്കും, ആ കളർ അത് പോകും. The iodine number or iodine value measure the degree of unsaturated lipids. എത്രമാത്രം ലിപ്പിഡ്സ് അൺസാച്ചുറേറ്റഡ് ലിപ്പിഡ്സ് ഉണ്ടോ ഇല്ലയോ നമ്മൾ മനസ്സിലാക്കുന്നത് ഐഡിന്റെ എണ്ണം നമ്മൾ മെഷർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഐഡിന്റെ വാല്യൂ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും എത്രമാത്രം ഈ ഒരു ലിപ്പിഡ്സ് അതിനകത്ത് ഉണ്ടെന്നുള്ളത്, അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ലിപ്പിഡ്സ്. ഓക്കെ, the iodine value is defined as the number of gram of iodines that combine with the 100 gram of oil. ഈ ഐഡിൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു number of gram of iodine that എത്രമാത്രം gram of iodines ആണോ കമ്പൈൻ വിത്ത് 100 gram of ഓയിലുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത്, അത് വെച്ചാണ് നമ്മൾ വാല്യൂ നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ ഇത്? ഓക്കെ, ഇനി നമുക്ക് ന്യൂട്രീഷണൽ പ്രോപ്പർട്ടീസ് എന്ന് വെച്ചാൽ ഇതിന്റെ ന്യൂട്രീഷണൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി എന്താണ്? ലിപ്പിഡ്സിന്റേത്. ലിപ്പിഡ്സ് ആർ എസെൻഷ്യലി ന്യൂട്രീഷണൽ കോമ്പൗണ്ട് ആണ്. നമുക്ക് ന്യൂട്രീഷൻ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ് ലിപ്പിഡ് എന്ന് വെച്ചാൽ. ദാറ്റ് സെർവ് എ കോൺസെൻട്രേഷൻ, നമുക്ക് നല്ല എനർജി സോഴ്സും അതേപോലെ തന്നെ എനർജി സ്റ്റോർ ചെയ്യാനും നേരത്തെ ലേറ്റർ അയക്കുന്നു അതിനുശേഷം നമുക്ക് എനർജി സ്റ്റോർ ചെയ്യാനും പറ്റുന്നു. ആൻഡ് ടു അബ്സോർബ് ദ ഫാറ്റ് സോലബിൾ വൈറ്റമിൻസ്, അതേപോലെ തന്നെ ഫാറ്റ് സോലബിൾ വൈറ്റമിൻസിനെ അബ്സോർവേഷൻ ചെയ്യാൻ വേണ്ടിയും. They also play a vital role, that's an important role in the cell membrane structure. Cell membrane structure നാത്തും ഈ ലിപ്പിഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹോർമോൺ പ്രൊഡക്ഷന്, അതേപോലെ തന്നെ ഇൻസുലേറ്റിംഗ് ദ
പ്രൊട്ടക്ഷൻ ഓഫ് ഓർഗനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. കാരണം ലിപ്പിഡ് കൊണ്ട് കവർ ചെയ്തായിരിക്കും നമ്മുടെ ഓർഗൻസ് എല്ലാം ഇരിക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ എക്സ്റ്റേണൽ അല്ലെങ്കിൽ ഇന്റേണൽ ഡാമേജസ് വരുന്നതിനകത്തും നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ലിപ്പിഡ് എന്താണ് ഓർഗൻസിനെ കവർ ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഹോർമോൺ പ്രൊഡക്ഷനും സെൽ മെമ്പറൈൻസിന്റെ ഒരു സ്ട്രക്ചർ ഫോം ചെയ്തതിനകത്തും എല്ലാം എന്തുണ്ട്, ലിപ്പിഡിന്റെ ഒരു പ്രസൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് എനർജി ആൻഡ് സ്റ്റോറേജിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈ കാലറി ഡെൻസിറ്റി ആണ്. ലിപ്പിഡ് പ്രൊവൈഡ് 9 കലോറി പെർ ഗ്രാം. ഒരു ഗ്രാം ഓഫ് ലിക്വിഡിനകത്ത് ഇത്രയാണ് 9 കലോറീസ് ഉണ്ട് നമുക്ക് ആ ലിക്വിഡിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ആൻഡ് മോർ ദ ഡബിൾ കാലറി ഫ്രം ദ കാർബോഹൈഡ്രേറ്റിനെ കാട്ടിലും പ്രോട്ടീനെ കാട്ടിലും നമുക്ക് ലിപ്പിഡ്സിനകത്തുനിന്ന് ഇത്ര എമൗണ്ട് ഓഫ് കലോറി കിട്ടുന്നുണ്ട്. എന്നുവെച്ചാൽ നമുക്ക് മേക്കിംഗ് ദ എഫിഷ്യന്റ് എനർജി സോഴ്സ്, നമുക്ക് ഏറ്റവും വലിയൊരു എനർജി സോഴ്സ് ആണ്. അതേപോലെ തന്നെ എനർജി റിസർവേഴ്സ് എന്ന് വെച്ചാൽ ബോഡി സ്റ്റോർ. ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഫാറ്റ് എക്സസ് ആയിട്ട് അഡിപ്പോസ് ടിഷ്യൂ ആയിട്ടും എന്താണ് അതിനെ സ്റ്റോർ ചെയ്യും. എന്ന് വെച്ചാൽ അഡിപ്പോസ് ടിഷ്യൂസ് ആണ് ഫാറ്റിനെ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വണ്ണം വെക്കുന്നത്. അഡിപ്പോസ് ടിഷ്യൂസ് ആണ് ഫാറ്റിനെ സ്റ്റോർ ചെയ്യുന്നത്. ദ ബോഡി സ്റ്റോർ എക്സസ് ഓഫ് എനർജി ആസ് എ ഫാറ്റ്. നമ്മൾ കഴിക്കുന്ന നമുക്ക് ഇത്ര എമൗണ്ട് ഓഫ് എനർജി മതി. ആസ് എ നമ്മൾ ഡെയിലി നമ്മൾ ചുമ്മാ ഇരിക്കുക എന്നുള്ള രീതിയിലാണെങ്കിൽ നമുക്കൊരു ഇത്ര എമൗണ്ട് ഓഫ് എനർജി നമുക്ക് മതി, കുറച്ച് മതി. പക്ഷെ നമ്മൾ അതിന് എക്സസ് നമ്മൾ കഴിക്കുന്നു. അപ്പൊ എക്സസ് ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ എന്താണ്, എക്സസ് എമൗണ്ട് ഓഫ് എനർജി അവർ എന്തായിട്ട് സ്റ്റോർ ചെയ്യുന്നു, ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. പിന്നത്തേക്ക് നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, സെർവിങ് ആസ് എ ലോങ് ടൈം എനർജി റിസർവ് ഫോർ ദ ടൈം നീഡ്. നമുക്ക് എപ്പോഴാണ് ആവശ്യം അപ്പൊ യൂസ് ചെയ്യാൻ വേണ്ടി. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഒത്തിരി ഫാറ്റ് ഡിപ്പോസിറ്റ് ചെയ്ത് നമ്മൾ ഒബിസിറ്റി ബ്ലോക്ക് ഒക്കെ പോകുന്നത്. ഓക്കെ, നമ്മൾ കഴിക്കുന്ന ആ ഒരു എനർജി നമ്മൾ അപ്പൊ തന്നെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുവാണെങ്കിൽ ആ പ്രശ്നം വരത്തില്ല. യൂട്ടിലൈസ് ചെയ്യുമ്പോൾ എന്താണ്, യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വർക്ക് ചെയ്യണം, എക്സസൈസ് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ ആയിരിക്കും നമ്മുടെ എനർജി ബേൺ ഔട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ എക്സസ് കലോറി നമ്മൾ കൺസ്യൂം ചെയ്യാൻ പാടില്ല. അടുത്തത് ന്യൂട്രീഷൻ അബ്സോർപ്ഷൻ ആൻഡ് ഇത് ട്രാൻസ്പോർട്ട് ആണ്. ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യുന്നതും ട്രാൻസ്പോർട്ടിനെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ഉണ്ട്. ലിപ്പിഡ്സ് ആർ ക്രൂഷ്യൽ ഫോർ ദ അബ്സോർപ്ഷൻ ഓഫ് ദ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. ഈ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ഉണ്ട്, A, D, E, K എന്ന് പറയുന്നത് എല്ലാം, വൈറ്റമിൻ A, D, E, K എന്ന് പറയുന്നത് ഇതെല്ലാം അബ്സോർബ് ചെയ്യാൻ ലിപ്പിഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അതേപോലെ ബയോ അവൈലബിലിറ്റി. By combining with the fat-soluble nutrients, lipid increase the bioavailability, meaning that body can absorb them more effectively. നമുക്ക് more effectively ഈ ലിപ്പിഡ്സിന്റെ ബയോ അവൈലബിലിറ്റി എന്ന് വെച്ചാൽ എല്ലാത്തിനും നന്നായിട്ട് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എന്താണ് more effectively എല്ലാം നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തത് ഫൈറ്റോ കെമിക്കൽസ്. The lipids also enhance absorption by ബെനിഫൈൽ പ്ലാന്റ് കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ പ്ലാന്റ് കോമ്പൗണ്ട്സിനെയാണ് നമ്മളിവിടെ പറഞ്ഞേക്കുന്നത് ഫൈറ്റോ കെമിക്കൽസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ, സച്ചാസ് ലൈക്കോപെൻസ്, ബീറ്റാ കരോട്ടീൻസ്, ഇതെല്ലാം എന്താണ് ലിപ്പിഡ്സ്. ഇതിനകത്തും ഈ പറയുന്ന സാധനങ്ങൾ നമുക്ക് അബ്സോർബ് ചെയ്യാൻ എന്താണ് ലിപ്പിഡ് വേണം. അതാണ് ഫൈറ്റോ കെമിക്കൽസ്. ലിപ്പിഡ്സ് ആർ ഓൾസോ എൻഹാൻസ് ദ അബ്സോർവേഷൻ ഓഫ് ദ ബെനിഫൈൽ പ്ലാന്റ് കോമ്പൗണ്ട്. നമുക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള പ്ലാന്റ് കോമ്പൗണ്ട്സുകളുണ്ട്, അത് അബ്സോർബ് ചെയ്യാനും നമ്മളെ സഹായിക്കും ലിപ്പിഡ്സ്. ഓക്കെ, അടുത്ത സെല്ലുലാർ ആൻഡ് സിസ്റ്റമാറ്റിക് ഫങ്ഷൻസ് ആണ് പറയുന്നത്. സെല്ലുലാർ സ്ട്രക്ചറിന് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് പറഞ്ഞല്ലോ, ഒരു സെല്ലിന്റെ സെൽ മെമ്പറൈന് ഫുള്ള് എന്താണ് ഒരു വൈറ്റൽ ഒരു മെയിൻ ഇമ്പോർട്ടന്റ് കോമ്പൗണ്ട് ആണ് എന്ത് ലിപ്പിഡ്സ് എന്ന് വെച്ചാൽ അതിന്റെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. സെല്ലുലാർ സ്ട്രക്ചർ അറിയത്തില്ലേ, ഒരു കോയിൻ ഷേപ്പ് സ്ട്രക്ചർ, അതിനെ നമുക്ക് ആ ഫുൾ സ്ട്രക്ചർ അതേപോലെ നമുക്ക് തരുന്നത് എന്താണ് ആ ഒരു ലിപ്പിഡിന്റെ ഒരു പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അതേപോലെ ആ സ്ട്രക്ചർ കിട്ടുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ നെർവസ് സിസ്റ്റം നമ്മുടെ എവിടെ ഉള്ളത്, നമ്മുടെ ബ്രെയിനിലാണ് നെർവസ് സിസ്റ്റംസ് ഉള്ളത്. അപ്പൊ അതില് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് അതിനകത്ത് ഒരു ആക്സോൺ ഡെൻഡ്രോൺ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. ഓക്കെ, ആ ആക്സോണും ഡെൻഡ്രോണും കവർ ചെയ്ത് വെച്ചേക്കുന്നത് ഈ ലിപ്പിഡിന്റെ ഒരു ഫോം ആണ്. അതാണ് മൈലിൻ ഷീറ്റ് എന്ന് വെച്ചാൽ ലിപ്പിഡ്സിന്റെ ഇതാണ്. അത് വെച്ചാണ് ആ നെർവസ് സിസ്റ്റം ഫുള്ളെ കവർ ചെയ്ത് വെച്ചേക്കുന്നത്.